വെൽക്കം ബാക്ക് ടു കപ്പ് ലഞ്ച് ബൈ ധന. ഇന്ന് ഉത്രാടം ദിനത്തിൽ പൂക്കളിടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. ഹേ ഗായ്സ്, ഞങ്ങൾ എത്തിയപ്പോഴേക്കും പൂക്കളത്തിൻ്റെ ഔട്ട്ലൈനൊക്കെ ഏകദേശം വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ നല്ല ടയേർഡാണ് കേട്ടോ. 9 ദിവസവും ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയാണ് പൂക്കൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് 12:30-1 മണിയൊക്കെ ആവാറുണ്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ. എന്നാലും അവർക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ കണ്ടില്ലേ, പൂക്കളൊക്കെ നുള്ളി ഇരിക്കുകയാണ് അവിടെ പോയിട്ട്. അങ്ങനെ കുറേ നേരം അവരവിടെ സ്പെൻഡ് ചെയ്തു. ആ സമയം ഞാൻ പോയിട്ട് വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റായി, കാരണം തിരുവോണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ അത്തം തൊട്ട് തിരുവോണം വരെ എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലനടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അപ്പോൾ മക്കളാണെങ്കിലും ഞാനാണെങ്കിലും ടയേർഡായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവും ഒക്കെ കാരണമാണ് കേട്ടോ ലേറ്റ് ആയത്. പൂരാടം തൊട്ടുള്ള വ്ളോഗ്സ് കുറച്ച് വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, ക്ഷമിക്കുക. പിന്നെ വ്ളോഗ്സൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത കൊല്ലം ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അറിഞ്ഞു കാണുമല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കാമെന്നൊന്നും അറിയില്ല. എന്ത് തന്നെ ആയാലും ഇത്രയും ദിവസം അവിടെ പോയി നേരിട്ട് പൂക്കളിടുന്നത് കാണാൻ സാധിച്ചതും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഗുരുവായൂർ അമ്പലനടയിലെ അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളും മനോഹരമായിരുന്നു. സ്വതവേ ഉത്രാട നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഒരുങ്ങാറ്. ഇക്കുറിയും ഏകദേശം 90 കിലോത്തോളം പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് പൂക്കളം ഒരുക്കിയത്. അജിയും സഹോദരന്മാരായ ഷിജുവും സുജിത്തും ചേർന്നിട്ടാണ് പൂക്കളം സമർപ്പിച്ചത്. പൂക്കളം ഡിസൈൻ ചെയ്തത് സുമേഷും നീതു സുമേഷും ടീമും ചേർന്നാണ്. ഉത്രാടം ആയതുകൊണ്ട് ഇനി ഉത്രാടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് തന്നെയല്ല, തിരുവോണത്തിൻ്റെ കുറേ ഒരുക്കങ്ങളുണ്ട്. പിന്നെ മക്കൾ നല്ല ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മക്കളും പോകാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ആളുടെ ഇൻസ്റ്റയിലേക്കുള്ളത്. എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ള വീഡിയോസ് എടുത്തിട്ട് പിന്നെ രാവിലെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞിട്ടില്ല, ഇനി രാവിലെ ഫുൾ കളത്തിൻ്റെ വ്യൂ എടുത്തിട്ടുള്ളത് എൻ്റെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി കണ്ടു നോക്കണേ. അങ്ങനെ പോകുന്നത് വഴി പതിവ് തെറ്റിച്ചില്ല, അവർക്ക് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എന്നും കയറുന്ന ഷോപ്പിൽ നിന്നൊന്ന് മാറ്റി പിടിച്ച് പടിഞ്ഞാറ് നടയിലുള്ള ഷോപ്പിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, പുറത്തൊന്നും ഇരിക്കാൻ സ്പേസ് ഇല്ല. അങ്ങനെ അകത്തിരുന്ന് കഴിക്കുകയാണ്. ഇവരിടയ്ക്ക് ഡാഡിയുടെ കൂടെ പോയി സ്നാക്സ് കഴിച്ചത് ഡാഡി മെസ്സേജ് ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോഴേക്കും സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. ചിരിമുട്ടയും കട്ട്ലേറ്റൊക്കെ ഓർഡർ ചെയ്തു. അവർ കുറച്ച് കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ കഴിച്ചു പോന്നു. ഹായ് ഗൈസ്, ഞാൻ ഉത്രാടം നാളിൽ പൂക്കളം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ, മക്കളെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കിയിട്ടാണ് വരുന്നത്. അപ്പം കണ്ടു നോക്കാം. ഇതാ മനോഹരമായ ഒരു വലിയ പൂക്കളം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ഉത്രാട പൂക്കളത്തിൽ ഹനുമാൻ സ്വാമി അഥവാ ആഞ്ജനേയൻ്റെ രൂപമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. വേഗം തന്നെ പോരാന്ന് ചോദിച്ചു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഗുരുവായൂർ, ഉത്രാടം അല്ലേ, അങ്ങനെ പോരാണ് ഗായ്സ്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.